എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് ഐഡിയോളജി ഓഫ് സോഷ്യൽ പീസ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. നമ്മുടെ എഡിറ്റോറിയലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇത് കമ്മ്യൂണലിസം ബേസ് ചെയ്തിട്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ GS1 നമുക്ക് നോക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. GS1 സൊസൈറ്റി കമ്മ്യൂണലിസം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ഫോക്കസ്. ഇത് നമ്മുടെ S&T ആയിട്ട് റിലേറ്റഡ് എന്ന് പറയുമ്പോഴേക്കും സയൻസ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അതിനൊരു സിംഗിൾ മിനിസ്റ്ററി മാത്രം പോരാ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു എഡിറ്റോറിയലാണ്. ഓക്കെ, ഇത് GS3 സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സയൻസ് ആൻഡ് റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റ് അലൊക്കേഷൻ എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യണം, ഇപ്പം സയൻസ് ആൻഡ് ടെക്കിൽ അല്ലെങ്കിൽ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വരുന്നുണ്ട്, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം ഗവൺമെൻറ് തലത്തിൽ പോളിസി മേക്കിങ്ങിൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു മെയിൻസ് പെർസ്പെക്റ്റീവാണ് ഇതിനകത്ത് വരുന്നത് കൂടുതൽ. പിന്നെ വരുന്നത് GST കൗൺസിലാണ്. GST കൗൺസിൽ ടു മീറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ദിസ് ഇയർ ഇൻ June 22. ഇത് GS3 എക്കണോമി GST ആയിട്ട് റിലേറ്റഡ് ആണ്. ഇതിൽ നമ്മൾ കൂടുതലും നോക്കുന്നത് GST കൗൺസിലിനെ പറ്റിയാണ്. GST കൗൺസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഉള്ളൊരു ന്യൂസാണ്. പിന്നെ മെയിൻസ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ഫെഡറലിസം എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദ ഐഡിയോളജി ഓഫ് സോഷ്യൽ പീസ് ഈസ് സ്റ്റിൽ വർക്കിംഗ്. അപ്പം എന്താണ് ദ 2024 ഇലക്ഷൻ, ജനറൽ ഇലക്ഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താ ഒരു നമുക്കറിയാം നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിലൊക്കെ ഒരു റിലീജിയസ് ബയസസ് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്, പെർട്ടിക്കുലർലി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതിൽ നിന്ന് ഒരു മേജർ റിലീജിയൻ സിംബോളിസം അറൗണ്ട് റിലീജിയസ് ഫെയ്ത്ത് ബേസ് ചെയ്തിട്ടാണ് അത് വന്നത്. അതായത് അവരുടെ ചില മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന പ്രോഗ്രാംസൊക്കെ അവർ ഹാൻഡിൽ ചെയ്തത് ഇലക്ഷൻ കേന്ദ്രീകരിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊരു റിലീജിയസ് പൊളിറ്റിക്സിലോട്ട് ഇന്ത്യനെ മാറ്റി. അപ്പം അതെങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഒരു ബാലൻസിങ് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ബാലൻസിങ് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യുലർ ഗവർണൻസ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി, അതായത് ഈവൻ ദോ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ നമ്മൾ പറയുന്നെങ്കിലും അല്ലെങ്കിൽ റിലീജിയസ്ലി അല്ലെങ്കിൽ സെക്ടേറിയൻ രീതിയിലാണ് നമ്മുടെ ക്യാമ്പയിനിങ്സ് ഒക്കെ പോകുന്നെങ്കിലും the people are focused on development. അതായത് അവരുടെ ഒരു ഡെവലപ്മെൻറ്റ്, അവരുടെ ലൈഫ് സ്റ്റൈലിനുള്ള ചേഞ്ചസ് അതൊക്കെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസിനാണ് പീപ്പിൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന ഒരു ഓവർവ്യൂ നമുക്ക് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിൽ വന്നു. അപ്പം ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ ബാലൻസിങ് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യുലർ ഗവർണൻസ്, അഡ്രസ്സിങ് പ്രസ്സിംഗ് ഇഷ്യൂസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അപ്പം ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർ ഫോക്കസ്ഡ് ഓൺ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ്, പക്ഷേ ദേ ഷുഡ് ഹാവ് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, ഓവർകമ്മിങ് ഡീപ്ലി എൻട്രൻസ്ഡ് കമ്മ്യൂണൽ നെറേറ്റീവ്സ് ഇൻ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സ്പിയേഴ്സ്. അപ്പോൾ സോഷ്യൽ സ്പിയേഴ്സിനും പൊളിറ്റിക്കൽ സൈഡിലും ഉള്ള ഈ കമ്മ്യൂണൽ സൈഡിനെ ഹൈലൈറ്റ് ചെയ്യാതെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ആൾക്കൊരു സിറ്റിസൺ എന്ന നിലയിൽ അയാളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ട കാര്യങ്ങളായിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എൻഷുറിങ് സോഷ്യൽ ഹാർമണി വൈൽ റെസ്പെക്ടിങ് ദ ഡൈവേഴ്സ് റിലീജിയസ് ബിലീഫ്സ് ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യൻ സൊസൈറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് വരും. കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ കുറച്ച് പൊളിറ്റിസൈസ്ഡ് ആയിട്ട് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു ബോർഡർ ലൈനിൽ നിന്നുകൊണ്ട് മാത്രം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, മെയിൻറ്റെയിനിങ് ദ സാങ്ക്ടിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം പ്രോപ്പർ ഇലക്ഷൻ ക്യാമ്പയിൻസ് നടത്തണം, അതിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻവോൾവ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. ഇതുപോലെ ഹേറ്റഡ് സ്പീച്ച് വരുമ്പോഴേക്കും അതിനെതിരെ ഉള്ള ആക്ഷൻസ് ഒന്നും നമ്മൾ കണ്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് പ്രോപ്പർ ആക്ഷൻസ് എടുക്കണം. ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആൻഡ് റെഡ്യൂസിങ് പോളറൈസേഷൻ, അഡ്രസ്സിങ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ പൊളിറ്റിക്കൽ പ്രിഫറൻസസ്. നമുക്കറിയാം റീജിയണൽ ഡിസ്പാരിറ്റീസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് വൈസും ഉണ്ട്. നമുക്കറിയാം ഒരു സെസഷനിസ്റ്റ് അല്ലെങ്കിൽ സെക്ടേറിയൻ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഈവൻ പൊളിറ്റിക്കൽ റെഫറൻസസിൽ പോലും നമുക്കറിയാം ദ്രാവിഡ മൂവ്മെൻറ്റ് ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. കൗണ്ടറിങ് ദ സ്പ്രെഡ് ഓഫ് മിസ് ഇൻഫർമേഷൻ ആൻഡ് ഹെയ്റ്റ് സ്പീച്ച് എസ്പെഷ്യലി ഓൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അപ്പോൾ ഇതൊക്കെ ഒരു ചാലഞ്ചസ് ആണ് ആക്ച്വലി, ഇത്രയും സംഭവങ്ങൾ ഹാൻഡിൽ ചെയ്യുക. പിന്നെ എൻഷുറിങ് ഫെയർ റെപ്രസെൻറ്റേഷൻ ഓഫ് മൈനോറിറ്റീസ് ഇൻ പൊളിറ്റിക്കൽ പ്രോസസ്സസ്. പിന്നെ ബാലൻസിങ് ഗ്ലോബൽ പെർസെപ്ഷൻ ഓഫ് ഇന്ത്യ ആസ് ബോത്ത് സെക്യുലർ ഡെമോക്രസി ആൻഡ് എ ഹിന്ദു മെജോറിറ്റി നേഷൻ. അപ്പോൾ ഇതൊക്കെ ഒരു ചാലഞ്ചാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ വേ ഫോർവേഡ് കൊണ്ടുവരാം? ഓക്കെ, ഒന്നെന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പോളിസീസ് കൊണ്ടുവരാം. എല്ലാ കമ്മ്യൂണിറ്റീസിനെയും ഇക്വിറ്റബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് പോളിസീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. പ്രൊമോട്ട് ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോത്ത് ഗ്രാസ് റൂട്ട്സ് ആൻഡ് നാഷണൽ ലെവൽസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് കൊണ്ടുവരിക. പിന്നെ സ്ട്രെങ്തൻ, ഇപ്പം
എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്നത് ജർമ്മനിയിൽ എല്ലാ ഓൾ ഫെയ്ത്ത്സിനുള്ള റിലീജിയസ് സെൻറ്റേഴ്സ് ഉണ്ട്. അവരവിടെ ഡിസ്കഷൻസും അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇൻ്റർഫെയ്ത്ത് ഡയലോഗ് കൂടും, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ അവിടെ സോൾവ് ആവും. ഓക്കെ, സ്ട്രെങ്തൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് സെക്യുലർ പ്രിൻസിപ്പിൾസ് ഇൻ ഗവർണൻസ് ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എൻകറേജ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടു അഡോപ്റ്റ് മോർ ഡിഗ്നിഫൈഡ് യൂണിഫൈങ് ആൻഡ് ഇഷ്യൂ ബേസ്ഡ് റെട്രിക്. പിന്നെ ഇൻവെസ്റ്റ് ഇൻ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ് കൂട്ടുക, സയൻറ്റിഫിക് ടെമ്പർ കൂട്ടുക, കമ്മ്യൂണൽ ഹാർമണിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ഉണ്ട്. അതായത് നമുക്കറിയാം ഇപ്പം ഒരു കമ്മ്യൂണൽ ടെൻഷനോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴേക്കും അതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് എക്കണോമിക് ഡിസ്പാരിറ്റി ആയിരിക്കും, ഒരു എക്കണോമിക് ഡിവൈഡ് ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് ഈ കമ്മ്യൂണൽ ഡിസ്പാരിറ്റിയിൽ ഒരു വേ ഫോർവേഡ് വരുമ്പോഴേക്കും അത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എപ്പോഴും അതിനകത്തൊരു എക്കണോമിക് വ്യൂ പോയിന്റ് എഴുതുക. കാരണം ഒരു കമ്മ്യൂണിറ്റിക്ക് ചിലപ്പോൾ എക്കണോമിക്കലി ദേ മൈറ്റ് ബി വെൽ ഓഫ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് മറ്റൊരു കമ്മ്യൂണിറ്റിക്ക് എന്താണ് അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. അവർ ഇപ്പോൾ എക്കണോമിക്കലി വേ ഫോർവേഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എല്ലാ റിസോഴ്സും എടുക്കാമെന്നൊരു തോന്നൽ വരും, അവിടെ ഡിവൈഡ് വരും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത്. എക്കണോമിക് ഡിസ്പാരിറ്റി ആണ് ആക്ച്വലി കമ്മ്യൂണൽ ടെൻഷൻസിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്. പിന്നെ എൻഫോഴ്സ് ലോസ് അഗെയിൻസ്റ്റ് ഹെയ്റ്റ് സ്പീച്ച്, കമ്മ്യൂണൽ വയലൻസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ സ്ട്രിക്ട്ലി ആൻഡ് ഇംപാർഷ്യലി. പിന്നെ എൻകറേജ് റെസ്പോൺസിബിൾ ജേർണലിസം. നമുക്കറിയാം ജേർണലിസം എന്ന് പറയുന്നത് വോയിസ് ഓഫ് ദ പീപ്പിൾ ആയിരിക്കണം, റാദർ ദാൻ വോയിസ് ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ, അപ്പം റെസ്പോൺസിബിൾ ജേർണലിസം വേണം. പിന്നെ മീഡിയ ലിറ്ററസി ടു കൗണ്ടർ പ്രൊപ്പഗണ്ട ആൻഡ് മിസ്ഇൻഫർമേഷൻ, സപ്പോർട്ട് ഗ്രാസ് റൂട്ട്സ് ഇനിഷ്യേറ്റീവ് ആൻഡ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊമോട്ട് സോഷ്യൽ കോഹഷൻ. പിന്നെ ലേൺ ഫ്രം ആൻഡ് പ്രൊമോട്ട് ഇന്ത്യസ് റിച്ച് ട്രഡീഷൻ ഓഫ് റിലീജിയസ് സിങ്ക്രണിസം ആൻഡ് ടോളറൻസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് നമുക്കറിയാം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ റിലീജിയസ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണൽ ടെൻഷൻ റിലേറ്റഡ് ആയിട്ട് ആൻസർ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ആക്ടിവിസ്റ്റ് പെർസ്പെക്റ്റീവിൽ എഴുതില്ല. ആക്ടിവിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എഴുതാൻ പാടില്ല. നമ്മളൊരു ബ്യൂറോക്രസിയിൽ നമ്മൾ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ അതിനൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ച്, എന്താണ് ഇതിൻ്റെ ഒരു കോസ്, എന്തുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനൊരു സിറ്റുവേഷനിലോട്ട് നമ്മുടെ കൺട്രി പോകുന്നത് എന്നുള്ളൊരു വാലിഡ് റീസൺ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇങ്ങനത്തെ ആൻസറൊക്കെ എഴുതാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ 2024 ജനറൽ ഇലക്ഷൻ സജസ്റ്റ് എ ഷിഫ്റ്റ് ഇൻ ഇന്ത്യാസ് പൊളിറ്റിക്സ് വെയർ വോട്ടേഴ്സ് പ്രയോറിറ്റൈസ്ഡ് യൂണിറ്റി, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് ലീഡർഷിപ്പ് ഓവർ റിലീജിയസ് സിംബോളിസം. Okay, this presents an opportunity for political parties to realign their strategies, focusing on inclusive growth ആൻഡ് സോഷ്യൽ ഹാർമണി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കീവേഡ്സ് ആഡ് ചെയ്തു? ഒന്നെന്ന് പറയുന്നത് പീപ്പിൾ ഷുഡ് പ്രയോറിറ്റൈസ്. പീപ്പിൾ സ്റ്റാർട്ടഡ് പ്രയോറിറ്റൈസിങ് യൂണിറ്റി, ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് ലീഡർഷിപ്പ്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഷുഡ് റിയലൈൻ ദ സ്ട്രാറ്റജീസ് ബേസ്ഡ് ഓൺ എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ ഹാർമണി. അവിടെയും കീവേഡ്സ് ആഡ് ചെയ്തു. എൻഡ്യൂറിംഗ് സ്ട്രെങ്ത് ഓഫ് ഇന്ത്യസ് ഡൈവേഴ്സ് കൾച്ചറൽ ട്രഡീഷൻസ് ക്യാൻ സെർവ് ആസ് എ ഗൈഡിംഗ് ലൈറ്റ് ഫോർ ഫോസ്റ്ററിംഗ് എ മോർ കൊഹസീവ് ആൻഡ് പ്രോഗ്രസീവ് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റവും കമ്മ്യൂണൽ ടെൻഷൻസും തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഈ കീവേഡ്സ് ആഡ് ചെയ്യാം. ഇത് ബേസ് ചെയ്തിട്ടൊരു ആൻസർ സ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം ഒരു എഡിറ്റോറിയലിൽ തന്നെയുള്ളൊരു ടോപ്പിക്കാണ് സിംഗുലർ ഫോക്കസ് എന്ന് പറയും. അപ്പോൾ ഫോർമേഷൻ ഓഫ് 8th ലോക്സഭ ക്യാബിനറ്റ് ഹാസ് മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ് കോ ഓഫ് പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ ഇതിനകത്ത് പറയുമ്പോഴേക്കും എന്താ മൾട്ടിപ്പിൾ ക്രിട്ടിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഒരു എഫക്റ്റീവ് ഗവർണൻസ് ആ ഒരു സെക്ടറിൽ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അപ്പം ഇതിനകത്ത് കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ് പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒന്നെന്ന് പറയുന്നത് BJP റിറ്റെയിൻസ് മെയിൻ പോർട്ട്ഫോളിയോസ്, അത് നമ്മൾ കണ്ടായിരുന്നു. പോർട്ട്ഫോളിയോസ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ആണ്. കോalition അലയൻസ് എന്താണ് അതർ മിനിസ്ട്രീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് സയൻസ് ആൻഡ് ടെക്നോളജി പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് ഒരു അണ്ടർ സിംഗിൾ മിനിസ്റ്ററാണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ GDP-യുടെ 0.6%, ഇതൊരു ഡേറ്റയാണ്, 0.6% മാത്രമാണ് നമ്മൾ R&D അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും ലിമിറ്റഡാണ്. ഇത്രയും വലിയൊരു രാജ്യം, ഏകദേശം 3 ട്രില്യൺ എക്കണോമി ഉള്ള ഒരു രാജ്യം, അവരുടെ 0.6% മാത്രമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു ഡിറ്റോറിയേറ്റഡ് സ്റ്റേറ്റ് ആണ് നമ്മുടെ ഈ സയൻസ് പോർട്ട്ഫോളിയോയിൽ നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജി, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ് ഒരു മിനിസ്റ്ററാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഒരാൾ ഹാൻഡിൽ ചെയ്യുന്നത് ആക്ച്വലി എന്താണ് അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു
സിറ്റുവേഷൻ അല്ല. അപ്പോൾ കറണ്ട് ചാലഞ്ചസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈവറ്റ് സെക്ടർ എൻട്രി, പിന്നെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷന്, അപ്പോൾ അതൊരു സെക്ടറുണ്ട്. പിന്നെ സീബഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് ക്ലൈമറ്റ് അഡാപ്ഷൻ, അപ്പോൾ അതെന്ന് പറയുന്നത് വേറൊന്നാണ്. ഇത് എർത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഓസിങ് എ റിസർച്ച് എന്ന് പറയുമ്പോഴേക്കും ക്വാണ്ടം കമ്പ്യൂട്ടിങ് ആൻഡ് അഡ്വാൻസ് ടെക്നോളജി. അപ്പം ഒരാൾക്ക് ഇത്രയും സെക്ടറിലോട്ട് ഉള്ള ഡൈവേഴ്സിഫൈഡ് നോളജ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ മാനേജിങ് പ്രൈവറ്റ് സെക്ടർ എൻട്രി ഇൻ ഹ്യൂമൻ ഫ്ലൈറ്റ് എന്ന് പറയുമ്പം, സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പം നമുക്കറിയാം ഗഗൻയാൻ മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്കൈ റൂട്ട് പോലത്തെ പ്രൈവറ്റ് എൻറ്റിറ്റീസ് സ്മോൾ സാറ്റലൈറ്റ് വെഹിക്കിൾസ് വഴി അവർ പ്രൈവറ്റ് എൻട്രി വരുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിനകത്തോട്ട് എൻട്രി വരുന്നുണ്ട്. അതാണ് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഈ എർത്ത് സയൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെയർ എർത്ത് മിനറൽസിൻ്റെ ഇത് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ മൈനിങ് നമ്മൾ ഗുജറാത്ത് കോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അതിനും ഒരു നല്ല രീതിയിലുള്ള അതിനൊരു മിഷനുണ്ട്. ആ മിഷൻ നിങ്ങളൊന്ന് നോക്കണം. അതിൻ്റെ ഒരു പേര് നമ്മുടെ കറണ്ട് അഫയേഴ്സിലുള്ളതാണ്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്. നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. അതിനൊരു സ്പെഷ്യൽ വെഹിക്കിളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ടർ എന്ന് പറയുന്നതും ഇമ്മെൻസ് നോളജ് ഉള്ള ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ നമുക്കറിയാം AI, അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്, അതുപോലുള്ള അഡ്വാൻസ് ടെക്നോളജീസ് ഹാൻഡിൽ ചെയ്യുന്നതും അത്രയും ഡീപ്പ് നോളജ് അതിനകത്ത് വേണം. പിന്നെ ന്യൂക്ലിയർ പവർ പ്രോഗ്രാം. അപ്പോൾ ഇത്രയും ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോസ് ഹാൻഡിൽ ചെയ്യുന്ന സംഭവം ഒരു മിനിസ്ട്രി, അത് ഒരു സിംഗിൾ മിനിസ്റ്റർ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന എഫേർട്ട് ഭയങ്കര മിനിമൽ ആണെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് ഡെവലപ്മെൻറ്റിലെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഡിലേഡ് ഫെലോഷിപ്പ് ആൻഡ് ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ ലിമിറ്റഡ് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ഫെസിലിറ്റീസ്, ഇൻകൺസിസ്റ്റന്റ് റെഗുലേഷൻസ് ഹാമ്പറിംഗ് കട്ടിംഗ് എഡ്ജ് റിസർച്ച്, പിന്നെ വീക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പേറ്റന്റ് ഫയലിംഗ്, ഇപ്പോൾ നമുക്ക് ഇത്രയും യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നമുക്ക് ഈ പേറ്റന്റ് ഫയലിങ്ങിൽ അല്ലെങ്കിൽ ഇത്രയും ഓൾഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ പോലും നമുക്ക് പേറ്റന്റ് ഫയൽ ചെയ്യുന്ന ഒരു സിസ്റ്റം പ്രോപ്പറായിട്ടില്ല. പക്ഷേ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസിലൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ പേറ്റൻസ് ഉണ്ട്. ഈ പേറ്റൻസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ഇൻഡസ്ട്രിയിൽ ഒരു ഇന്നോവേഷൻ നമ്മൾ കൊണ്ടുവന്നെന്ന് വെച്ചു. അപ്പോൾ ആ ഇന്നോവേഷൻ നമ്മുടെ പേരിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വരുന്നൊരു സംഭവമാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഒന്നും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഡിക്ലൈനിങ് ഗ്രോസ് ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ ഓൺ R&D ആസ് എ ഫ്രാക്ഷൻ ഓഫ് GDP, അത് ഞാൻ പറഞ്ഞു. അത്രയും 0.6% നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഓവർ ബേർഡനിങ് എ സിംഗിൾ മിനിസ്റ്റർ. നമ്മൾ പറഞ്ഞു ഇൻഎഡിക്കേറ്റ് അറ്റൻഷനാണ് ഈ സെക്ടറിൽ കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഒരു സിംഗിൾ മിനിസ്റ്ററിന് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റത്തില്ല. പിന്നെ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഡിഫറെൻറ്റ് നീഡാണ്. അതായത് ഇപ്പം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസിന് ഹാൻഡിൽ ചെയ്യേണ്ടത് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും. കാരണം അണ്ടർ വാട്ടറിൽ പോകേണ്ടതാണ്, അതിൻ്റെ ഫണ്ടിങ്ങും ഒക്കെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ഉണ്ട്. പിന്നെ അവരുടെ പ്രയോറിറ്റീസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്പേസ് എക്സ്പ്ലോറേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്റ്റും റിസോഴ്സ് കോമ്പറ്റീഷനും അവിടെ അറൈസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അതിലുള്ളൊരു സിനർജി, അതിൽ തമ്മിലുള്ളൊരു കോപ്പറേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതേസമയം സെപ്പറേറ്റ് ആൾക്കാരാണ് ഓരോന്ന് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അഡ്രസ്സിംഗ് ലോങ് സ്റ്റാൻഡിംഗ് റിസർച്ച് ഇഷ്യൂസ്, ക്രോണിക് ഡിലേസ് ഇൻ ഫണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റ്, ഇൻഅഡിക്വേറ്റ് റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ബാലൻസിങ് ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് സയൻറ്റിഫിക് ഓട്ടോണോമി, അതായത് എന്താ ഈ പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇൻ സയൻറ്റിഫിക് ഡിസിഷൻ മേക്കിങ്. അതായത് എന്താണ്, നാഷണൽ പ്രയോറിറ്റീസിന് പകരം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നത് അത് ഇച്ചിരി പ്രശ്നം തരുന്ന കാര്യമാണ്. പിന്നെ റെഗുലേറ്ററി ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ കീപ്പിംഗ് പേസ് വിത്ത് റാപ്പിഡ്ലി ഇവോൾവിംഗ് ടെക്നോളജീസ്. അതായത് നമുക്കറിയാം പബ്ലിക് സേഫ്റ്റിയും എത്തിക്കൽ കൺസിഡറേഷൻസും കൊടുക്കാതെ നമ്മൾ കൂടുതൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലോട്ട് പോകുമ്പോഴേക്കും അതും ചാലഞ്ചസ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ടാലൻറ്റ് മാനേജ്മെൻ്റ് ആണ്. ടോപ്പ് ടയർ റിസർച്ചേഴ്സിനെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കിട്ടുന്നത്, അതായത് നമുക്കറിയാം നമുക്ക് ഇസ്രോ പോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോലും നമുക്കുള്ള റിസർച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ ലിമിറ്റഡ് ആണ്. ടോപ്പ് സയൻറ്റിസ്റ്റുകളൊക്കെ ആണെങ്കിലും അവർ വേറെ ഇൻ്റർനാഷണൽ ബോഡീസിലോട്ട് അവർ പോകും, കാരണം ദേ ഗെറ്റ് മച്ച് ബെറ്റർ ഓഫർ. ഓക്കെ, അപ്പോൾ ടോപ്പ് ടയർ റിസർച്ചേഴ്സിനെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അട്രാക്ട് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പ്രൊവൈഡിങ് കോമ്പറ്റേറ്റീവ് സാലറീസ് ആൻഡ് റിസർച്ച് ഫണ്ടിങ്. ഓക്കെ, ക്രിയേറ്റിംഗ് എ കണ്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് ഫോർ കട്ടിംഗ് എഡ്ജ് റിസർച്ച്. പിന്നെ ഇൻഡസ്ട്രി അക്കാഡമിയ കൊളാബറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അക്കാഡമിക് റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. ഇതാണ് ഞാൻ ആ പേറ്റൻറ്റ് ഫയലിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയുടെ നീഡ് അനുസരിച്ച് ഇപ്പം പുറത്തു പോയി നമ്മൾ നോക്കുമ്പോൾ പുറത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോഴേക്കും അപ്പം ആ
ഒരു കമ്പനിക്ക് ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ ആ ചാലഞ്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, എന്നിട്ട് ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആൾക്കാർ വേണം ഈ ഒരു കമ്പനിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ വേണം നമ്മുടെ നാട്ടിലും ഇൻഡസ്ട്രിയൽ ആൻഡ് അക്കാഡമിക് കൊളാബറേഷൻസ് കൊണ്ടുവരേണ്ടത്. അഡ്രസ്സിംഗ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കൺസേൺസ് ഇൻ കൊളാബറേറ്റീവ് പ്രോജക്ട്സ്, അലൈനിങ് റിസർച്ച് പ്രയോറിറ്റീസ് വിത്ത് ഇൻഡസ്ട്രിയൽ നീഡ്സ്. അപ്പോൾ ഗ്ലോബൽ കോമ്പറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവിങ് ഇന്ത്യാസ് റിസർച്ച് ഔട്ട്പുട്ട് ആൻഡ് ഇമ്പാക്ട് ഓൺ ഗ്ലോബൽ സ്റ്റേജ്, എൻഹാൻസിങ് participation of international scientific collaboration, competing with global research funding and talent. Okay, public engagement and science communication, improving scientific literacy among general public, addressing misinformation and pseudoscience, governing public support for scientific endeavors. പിന്നെ ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ഇതിനകത്തുള്ളൊരു ചാലഞ്ചസ് നിൽക്കുന്നതാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ ചാലഞ്ചസ് തന്നെയാണ് അതിൻ്റെ വേ ഫോർവേഡ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാം ഈ മിനിസ്റ്ററിയൽ പോർട്ട്ഫോളിയോസ്. അപ്പോൾ ഓരോ സപ്പോർട്ടിനും, ഓരോ സെക്ടറിനും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് ക്യാബിനറ്റ് റാങ്ക് മിനിസ്റ്റേഴ്സ് മേജർ റിസർച്ച് ബോഡീസിൻ്റെ ഹെഡായിട്ട് വരിക. ക്രിയേറ്റ് എ ഡെഡിക്കേറ്റഡ് മിനിസ്ട്രി ഓഫ് എമർജിംഗ് ടെക്നോളജീസ്, എസ്റ്റാബ്ലിഷ് എ ഹൈ ലെവൽ കോർഡിനേഷൻ മെക്കാനിസം ഓഫ് ക്രോസ് കട്ടിംഗ് സയൻറ്റിഫിക് ഇഷ്യൂസ്. പിന്നെ എൻഹാൻസ് റിസർച്ച് ഫണ്ടിങ്. ഓക്കെ, നമ്മുടെ ഒരു R&D ബഡ്ജറ്ററി അലോക്കേഷൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2% ഓഫ് GDP തന്നെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇംപ്ലിമെൻറ്റ് മൾട്ടി ഇയർ ഫണ്ടിങ് കമ്മിറ്റ്മെൻറ്റ്സ് ഫോർ ലോങ് ടേം പ്രോജക്ട്സ്, ഇൻട്രൊഡ്യൂസ് ടാക്സ് ഇൻസെൻറ്റീവ്സ് ഫോർ പ്രൈവറ്റ് സെക്ടർ R&D ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, ഇതൊക്കെ നല്ല പോയിന്റ്സ് ആണ്. ഇത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അപ്പം പ്രൈവറ്റ് സെക്ടറിനെയും കൂടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അവർക്ക് ടാക്സ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുക. ബഡ്ജറ്ററി അലൊക്കേഷൻ ഈ റിസർച്ച് ഇതിനകത്ത് വരുന്നത് GDPയുടെ 2% എങ്കിലും ആക്കുക. സ്ട്രീം ലൈൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സസ്, ഇംപ്ലിമെൻറ്റ് ആൻ ഓൺലൈൻ പോർട്ടൽ ഫോർ ഗ്രാൻഡ് ആപ്ലിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ്. പിന്നെ സ്ട്രിക്ട് ടൈം ലൈൻ ഫോർ ഫണ്ട് ഡിസ്ബേഴ്സ്മെൻറ്റ് ആൻഡ് project approvals, introduce a single window clearance system for multidisciplinary projects. പിന്നെ ഡെവലപ്പ് എ കോംപ്രിഹെൻസീവ് നാഷണൽ സയൻസ് ആൻഡ് ടെക് പോളിസി, അലൈൻ സയൻറ്റിഫിക് പ്രയോറിറ്റീസ് വിത്ത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അതായത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റുകളെ ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ സയൻറ്റിഫിക് പ്രയോറിറ്റീസ് നമ്മൾ കൊണ്ടുവരാനായിട്ട്. ക്രിയേറ്റ് റോഡ് മാർക്ക് ഫോർ അച്ചീവിങ് സെൽഫ് റിലയൻസ് ഇൻ ക്രിട്ടിക്കൽ ടെക്നോളജീസ്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഫോസ്റ്റർ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അപ്പം നമുക്കറിയാം ഒരു ജോയിൻറ്റ് റിസർച്ച് സെൻറ്റേഴ്സ് എല്ലാ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ഒരു കൊളാബറേഷനിൽ കൊണ്ടുവരണം. പിന്നെ റിസർച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമായിരിക്കും മിക്കവാറും ഈ പേറ്റന്റിന് ഒരു ഇത്, അതായത് ഇന്ത്യയിൽ മാത്രമായിരിക്കും ഇതിനൊരു വാലിഡിറ്റി ഉള്ളത്. പക്ഷേ പുറത്തുള്ളവർക്ക് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി കോപ്പി ചെയ്യാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഫോൾട്ടുകളുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻ്റർനാഷണൽ കൊളാബറേഷൻസ് കൂട്ടുക. പിന്നെ ഇംപ്ലിമെൻറ്റ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് കൊണ്ടുവരാം. പിന്നെ ഡെവലപ്പ് ട്രാൻസ്ലേഷണൽ റിസർച്ച് എക്കോസിസ്റ്റം, അതായത് എസ്റ്റാബ്ലിഷ് ടെക്നോളജി ട്രാൻസ്ഫർ ഓഫീസസ് ഇൻ ഓൾ മേജർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്രിയേറ്റ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ്, സയൻസ് പാർക്ക് നിയർ റിസർച്ച് ഹബ്സ്. പിന്നെ മെൻറ്റർഷിപ്പും ഫണ്ടിങ്ങും റിസർച്ച് ലെഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിന് കൊടുക്കുക. സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. റെഗുലേറ്ററി റിവ്യൂ നടത്തണം. എൻഹാൻസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ സയൻസ്. പിന്നെ സെക്ടറൽ സ്ട്രാറ്റജീസ്, അതായത് ഫോക്കസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോറിറ്റി ഏരിയാസ് ലൈക്ക് എന്താണ് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് നമ്മുടെ നാഷണൽ മിഷൻസ് ഉണ്ട്, ഹൈഡ്രജൻ മിഷൻ, അതുപോലുള്ള മിഷൻസിനെല്ലാം എന്താണ് റിസർച്ച് പ്രയോറിറ്റീസ് കൊടുക്കുക. പിന്നെ എസ്റ്റാബ്ലിഷ് ക്രോസ് ഡിസിപ്ലിനറി റിസർച്ച് പ്രോഗ്രാംസ് ടു അഡ്രസ് കോംപ്ലക്സ് ചാലഞ്ചസ്. അപ്പോൾ ഇത്രയും ചാലഞ്ചസ് നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മളൊരു ഇത്രയും നല്ല രീതിയിലുള്ള വേ ഫോർവേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യ വിൽ സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസസ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്നോവേഷനും എക്കണോമിക് ഗ്രോത്തും ഗ്ലോബൽ കോമ്പറ്റീവ്നെസ്സും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് അതിനൊരു കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് GST കൗൺസിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. അത് ഫസ്റ്റ് ടൈം ദിസ് ഇയർ ഇൻ ജൂൺ 2022 ആണ്. ഇത് ആക്ച്വലി 8.5 months GST കൗൺസിൽ നടന്നിട്ടില്ലായിരുന്നു. ഓരോ 3 months കൂടുമ്പോഴേക്കും GST കൗൺസിൽ നടക്കേണ്ടതാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് GST കൗൺസിൽ നടന്നിട്ടില്ല. ഓക്കെ, അത് ബേസ് ചെയ്തിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് GST കൗൺസിൽ കൂടുന്നു. ഓക്കെ, അപ്പോൾ GST കൗൺസിൽ ഈസ് എ ക്രൂഷ്യൽ constitutional body that plays a pivotal role in shaping India's indirect tax regime. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് GST കൗൺസിലിൻ്റെ കോണ്ടെക്സ്റ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചറിൽ GST കൗൺസിൽ എങ്ങനെയാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഇത് 2016 122 അമെൻമെൻറ്റ് ബില്ലിലാണ് ഈ GST ഇത് പാസ്സാകുന്നത്. അപ്പം
ഇത് 15 സ്റ്റേറ്റ് അസംബ്ലീസിൻ്റെ റാക്ടിഫിക്കേഷനിലൂടെയാണ് GST ഇംപ്ലിമെൻ്റ് ആകുന്നത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് GST കൗൺസിൽ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക്കിൾ 279A(1) ആണ് അമെൻഡ് ചെയ്തത്. ജോയിൻറ്റ് ഫോറം ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ആണ് ഇത് ചെയർ ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണ്. ഇൻക്ലൂഡ്സ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഒരു മെമ്പറാണ്. സ്റ്റേറ്റിൻ്റെ ഫൈനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ നോമിനേറ്റഡ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ GST കൗൺസിലിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ചെയർ ചെയ്യുന്നത് യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ആണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ വേറൊരു മെമ്പർ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫൈനാൻസ് ആണ്. പിന്നെ സ്റ്റേറ്റ് റെപ്രസെൻറ്റേഷൻ അതാത് സ്റ്റേറ്റിൻ്റെ ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ടാക്സേഷൻ്റെ മിനിസ്റ്ററാണ്. പിന്നെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് എന്ന് പറയുന്നത് മേക്സ് റെക്കമെൻഡേഷൻ ഓൺ GST റിലേറ്റഡ് ഇഷ്യൂസ് ടു ദി യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. പിന്നെ ഡിസൈഡ്സ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് സബ്ജക്ട് ടു ഓർ എക്സെപ്റ്റ് ഫ്രം GST. പിന്നെ ഫോർമുലേറ്റ്സ് മോഡൽ GST ലോസ്. പിന്നെ GST റേറ്റ് സ്ലാബ്സ് നമുക്കറിയാം 18%, 12% അങ്ങനെയുള്ള സ്ലാബുകളുണ്ട്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് GST കൗൺസിലാണ്. സജസ്റ്റ് ചേഞ്ചസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ GST റെജീം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു വോട്ടിംഗ് മെക്കാനിസമാണ്. ഇതിൽ സെൻട്രൽ ഹോൾഡ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 1/3 ആണ്. സ്റ്റേറ്റ്സ് കളക്റ്റീവ്ലി അവർ ഹോൾഡ് ചെയ്യുന്നത് എത്രയാണ്? 2/3 ഓഫ് ദ വോട്ട്സ് ആണ്. അപ്പം ഡിസിഷൻ വരണമെങ്കിൽ 3/4 മജോറിറ്റി വേണം. ഓക്കെ, പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ കോൺസെൻസ് ബിൽഡിംഗ്. അപ്പം സ്റ്റേറ്റിൻ്റെ വോട്ടിംഗ് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 2/3 ആണ്. സെൻറ്ററിൻ്റെ വരുന്നത് 1/3 ആണ്. അപ്പം സെൻറ്ററിൻ്റെ വോട്ടില്ലാതെ ഒരു ഡിസിഷൻ നടക്കത്തില്ല എന്നും കൂടി ഓർത്തിരിക്കുക. കാരണം നമുക്ക് വരേണ്ട മജോറിറ്റി 3/4 ആണ്. അപ്പം കീ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് യൂണിഫൈഡ് ടാക്സ് സ്ട്രക്ചർ അക്രോസ് ഇന്ത്യ വന്നു. പിന്നെ റാഷണലൈസേഷൻ ഓഫ് ടാക്സ് റേറ്റ്സ് ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ഓഫ് വേ ബിൽ സിസ്റ്റം, ഒരു സിംഗിൾ ബിൽ സിസ്റ്റം വന്നു. റെഗുലർ റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് GST റേറ്റ്സ് വന്നു. ചാലഞ്ചസ് ഫേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, നമ്മൾ നേരത്തെ ഒരു DNA ഡിസ്കസ് ചെയ്തായിരുന്നു. GST കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സദേൺ സ്റ്റേറ്റ്സിന് കൂടുതലാണ്, പക്ഷേ അതിനുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടുന്നില്ല. അപ്പം അവർക്ക് ഒരു ചാലഞ്ചാണത്. അവർ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അവർക്കുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഇൻട്രസ്റ്റിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ചാലഞ്ചാണ്. അഡ്രസ്സിങ് കൺസേൺസ് ഓഫ് റവന്യൂ ലോസ് ഓഫ് സ്റ്റേറ്റ്സ്. പിന്നെ സിംപ്ലിഫൈങ് ദ കോംപ്ലക്സ് മൾട്ടി റേറ്റ് സിസ്റ്റം, എൻഷുറിങ് ടൈംലി കോമ്പൻസേഷൻ ടു ദ സ്റ്റേറ്റ്സ്. അതുകൂടി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും കുറച്ചുകൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തേത് ഒരു ഇന്ത്യൻ സൊസൈറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസാണ്. കുറച്ച് പൊളിറ്റിക്കലൈസ്ഡ് അല്ലെങ്കിൽ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിനകത്ത് ക്രിസ്പായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഒരു ബ്യൂറോക്രാറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ ആൻസറിനെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, പിന്നെ GST കൗൺസിൽ ഉണ്ടായിരുന്നു. പിന്നെ സയൻസ് ആൻഡ് ടെക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് സയൻസ് ആൻഡ് ടെക്കിൻ്റെ പോർട്ട്ഫോളിയോ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇപ്രാവശ്യത്തെ DNA മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ്. നിങ്ങൾക്കത് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.